بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും എത്തിക്കട്ടെ. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ ഏറിയ ഭാഗവും നമ്മോട് യാത്ര പറഞ്ഞ് റജബിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളും സത്യവിശ്വാസികൾക്ക് ആവേശം പകരുന്ന സംഭവങ്ങളും ഏറെയാണ്. അതിന്റെ ചില ഓർമ്മപ്പെടുത്തലുകളിലേക്ക്, അയവിറക്കലുകളിലേക്ക് ചുരുങ്ങിയ സമയം നമുക്കൊന്ന് കടന്നു വരാം എന്നാഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നുബുവത്തിന്റെ 12ാം വർഷം ആത്മീയ കരുത്ത് പകർന്ന പുണ്യ റജബ് നമുക്ക് ഈ വർഷം വന്നിട്ട് എന്താ ആത്മീയ കരുത്ത് പകർന്നു എന്നുള്ള ഒരു ചിന്തയിൽ ചെറിയ വിശകലനം അല്ലെങ്കിൽ ഒരു സ്വയം വിചാരണ നമ്മൾ നടത്തൽ അനിവാര്യമാണ്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിന്റെ 12ാം വർഷം എന്താണ് സംഭവിച്ചത്? ദുഃഖത്തിന്റെ വർഷം എന്നറിയപ്പെടുന്ന ചരിത്രത്തിന്റെ ഭാഗം എവിടെയാണ് ചർച്ച? ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപ ദിവസങ്ങളിൽ, സമീപ നാളുകളിൽ, ആ കാലഘട്ടത്തിൽ അനുഭവിച്ചത്. എന്താണ് ദുഃഖമുണ്ടായത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ 12-ന് പ്രിയപ്പെട്ട അബൂ താലിബിന്റെ വഫാത്ത്. അബൂ താലിബിന്റെ വഫാത്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. അവിടെ നിന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികമായും ആത്മീയമായും അനുഭവിച്ചിരുന്ന വലിയ ഒരു സംരക്ഷണം നഷ്ടപ്പെട്ട പോലെ, ശരിക്കും അനാഥത്വം അവിടുന്ന് അനുഭവിച്ച പോലെയുള്ള ഒരു സന്ദർഭമാണിത്. അതിനോടൊപ്പം തന്നെ തായിഫിൽ പോയി പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്തി അവിടുന്ന് നിരാശാജനകമായ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പ്രതികൂലമായ അവസ്ഥകളും അഭിമുഖീകരിച്ച് മടങ്ങി വന്ന ആ സന്ദർഭം. തൊട്ടടുത്ത നാളുകളിൽ എപ്പോഴോ ഒരു ഹിജറയുടെ ഗന്ധം മണക്കുന്നു എന്ന് വിവേകിച്ച് അറിഞ്ഞ ഒരു സന്ദർഭം. സാമൂഹികമായ ഈ പശ്ചാത്തലം ഒന്നുകിൽ മദീന അല്ലെങ്കിൽ അള്ളാഹു കാണിച്ചു തന്ന മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ, നാടുകൾ തെരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഹിജറ പോകാൻ നിർദ്ദേശിക്കപ്പെടും എന്നത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന സന്ദർഭം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തെ ഈ വർഷങ്ങളെ പറയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്, സങ്കടത്തിന്റെ വർഷം. ഇവിടെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആത്മീയ ആനന്ദം കൊടുത്ത് സന്തോഷിപ്പിക്കണം. എക്കാലത്തും പ്രതിസന്ധികളെ അരിഞ്ഞു വീഴ്ത്താനുള്ള ഒരു ആയുധം കൊടുത്തേൽപ്പിക്കണം. അതിനുവേണ്ടി ഒരു യാത്ര സജ്ജമാക്കണം. ആ യാത്ര പോകൽ യഥാർത്ഥത്തിൽ മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് ഒരു അയവ് വരുത്തുന്ന സന്ദർഭമാണ്. അല്ലെങ്കിലും യാത്രകളെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന. ആരോഗ്യമെന്നത് മാനസികമായ ഉത്തേജനം വഴി കിട്ടുന്നതായ ഒരു വലിയ പ്രേരണയും പ്രചോദനവും ആവേശവും ഒക്കെയാണ് ആ ആരോഗ്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാത്രയിലൂടെ സമുദ്ധരിക്കപ്പെടുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടി ആരും ചെയ്യാത്ത യാത്രയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ യാത്രയുടെ എല്ലാ ആധികാരികതയും എല്ലാ ഔപചാരികതയും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
യാത്രയിലെ ഗൈഡ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ യാത്ര അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാന മുഅ്ജിസത്താണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു അമ്പിയാക്കൾക്കും കിട്ടാത്ത അനർഘമായ മുഅ്ജിസത്ത്, മറ്റൊരു നബിയിലും ആവർത്തിക്കപ്പെടാത്ത, അല്ല ഒരു സൃഷ്ടിക്കും കിട്ടാത്ത, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഈ ലോകത്ത് കാണിച്ച മുഅ്ജിസത്തുകളിലെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി മുത്തനബിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മുഅ്ജിസത്ത് ഇസ്രാ മിഅ്റാജ്. അതിന്റെ വലിയ വിശദീകരണത്തിലേക്ക് കടന്നു വരാനുള്ള സമയം നമുക്കില്ല. മിഅ്റാജും ഇസ്രാഉം വിഭാവനം ചെയ്തത് ഭൂതവും ഭാവിയുമാണ്. ഇരു കാലങ്ങൾ ഹബീബ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു ദിശകളിലേക്കുള്ള ഒരു വലിയ വെളിച്ചം വീശലാണ് ഇസ്രാ മിഅ്റാജ് വിഭാവനം ചെയ്യുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. മാനസികമായ ഉത്തേജനം, ഒരു ആത്മീയ കരുത്ത് പകരാൻ ഹിജ്റയ്ക്ക് മുന്നോടിയായി ഒരു വലിയ തയ്യാറെടുപ്പിനായി മിഅ്റാജ് സംഭവിക്കുക എന്ന അള്ളാഹുവിന്റെ ഖളാ ചരിത്രത്തിൽ ചർച്ചയാവുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ യാത്രയിൽ അങ്ങോട്ട് ക്ഷണിച്ച് അവിടെ വെച്ച് കൊടുക്കുന്ന ഒരു ആയുധമുണ്ട്, ആത്മീയ ആയുധം. ആ ആയുധം ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രതിസന്ധികളെ അരിഞ്ഞു വീഴ്ത്താൻ സർവ്വലോകത്തിനും സമ്മാനമാണ്. ആ ആയുധം നിസ്കാരമാണ്. അങ്ങനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആയുധത്തെ നെഞ്ചോട് ചേർക്കുകയും അവിടുത്തെ പിൻഗാമികൾക്കായി അത് ആയുധമാണ് എന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. എല്ലാ പൈശാചിക പ്രതിബന്ധങ്ങളെയും പൊട്ടിച്ചെറിയാൻ ആ ആയുധം മതി. ആ ആയുധമാണ് നിസ്കാരം. അതാണ് ഞാൻ തുടങ്ങിയത്. നുബുവത്തിന്റെ 12-ാം വർഷം ആത്മീയ കരുത്ത് പകർന്ന ആ റജബ്, അന്നത്തെ റജബ്, അവിടെ ആത്മീയ കരുത്ത് പകർന്നു എന്ന ചരിത്രം വായിക്കുമ്പോ ഇന്ന് നമ്മളിൽ എന്തുകൊണ്ട് ഓരോ റജബും ആത്മീയ കരുത്ത് പകരുന്നില്ല എന്നുള്ള ചിന്തയിൽ നിസ്കാരത്തിന്റെ അപാകതകളെ സ്വയം വിചാരണ ചെയ്യുക എന്നൊരു പ്രചോദനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നന്മയും തിന്മയും ഒരുപോലെ വിഴുങ്ങുന്ന ഒരു സമൂഹമാണ് പുതിയ തലമുറ. അങ്ങനെ മനസ്സിലാക്കണം. നല്ലതും ചീത്തയും ഒരുപോലെ. നല്ലതുണ്ടോ എന്ന് നല്ലതുണ്ട്, ചാരിറ്റി ഉണ്ടോ ഉണ്ട്, നിസ്കാരം ഉണ്ടോ ഉണ്ട്, പഠനങ്ങളുണ്ടോ ഉണ്ട്, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളുണ്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഹറാമിയത്തും ഉണ്ട്. നന്മയും തിന്മയും ഒരുപോലെ വിഴുങ്ങുന്ന പുതുതലമുറയോട് പറയാം. ആ പുതുതലമുറയിൽ ചെറുപ്പം പ്രായം മാത്രമല്ല, എല്ലാവരും അതിൽ സമന്മാരാണ്. ശാപം നിരുത്സാഹപ്പെടുത്തിയ മതം ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞത് മിഅ്റാജിന്റെ സമ്മാനം ഉപേക്ഷിച്ചവനെയാണ്. അതായത് നിസ്കാരമില്ലാത്തവനെയാണ് ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞത്. ഒരു ചരിത്ര അവതരണത്തിലൂടെ കർമ്മശാസ്ത്രം ഇത് എത്രമാത്രം കൈകാര്യം ചെയ്യുന്നു എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മുന്നിൽ വിശകലനം ചെയ്യുകയാണ്. പിതാവും മകനും ഒരു നായയെ കൂട്ടി വേട്ടക്ക് പോയി. നിസ്കാര സമയമായപ്പോ കയ്യിലുള്ള വെള്ളം ഉപയോഗിച്ച് മകൻ നിസ്കരിച്ചു. വാപ്പാക്ക് നിസ്കാരമില്ല. യാത്ര തുടർന്നു. കുറെ അങ്ങ് കഴിഞ്ഞപ്പോൾ വാപ്പാക്കും നായിക്കും ഒരുമിച്ച് ദാഹമുണ്ടായി. അവിടെ മുന്തിക്കേണ്ടത് നിസ്കാരമില്ലാത്ത വാപ്പയേക്കാൾ തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നായയാണ് എന്ന് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം. ഇസ്ലാമിക കർമ്മശാസ്ത്രം മിഅ്റാജിന്റെ സമ്മാനമായ നിസ്കാരം ഉപേക്ഷിക്കുന്നവന് കൊടുക്കുന്ന സ്ഥാനം എവിടെയെന്ന് ചിന്തിക്കാൻ സാന്ദർഭികമായി ഉദ്ധരിച്ചതാണ്. അത്രത്തോളം ശാപം പാപമാണെന്ന് പറഞ്ഞ മതം ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ പരിശുദ്ധമായ പ്രമാണങ്ങൾ, അക്ഷരങ്ങൾ നിരത്തിയത് ഈ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. പിന്നെ ഒരു കാലം വരാനുണ്ട്. ആ കാലം ഏത് കാലാണ്? ഈ ആയത്തിനെ കുറിച്ചാ പറഞ്ഞത്. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിലെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഒരു പിൽക്കാല സമൂഹം ഇവിടെ വരാനുണ്ട്. മഹാന്മാർ പറഞ്ഞു ഇൻദ ഖിയാമിസ് സാഅ മിൻ ഹാദിഹിൽ ഉമ്മ,
ഈ സമുദായത്തിന്റെ അംഗങ്ങളാ ആ പിന്നീട് വരാനുള്ളവർ എന്ന് ഈ ആയത്ത് ഉദ്ഘോഷിച്ചത്. അവർ ഖിയാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമൂഹം. അവരുടെ പ്രത്യേകത എന്താ? നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞവര്. എങ്ങനെ? വ്യാഖ്യാനത്തിൽ കാണാം, വഴിയോരങ്ങളിൽ ഇങ്ങനെ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ടാകും, യാത്രകൾ ദേശം നടക്കുന്നുണ്ടാകും, ട്രാവലിങ്ങും റൈഡും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ അവർക്ക് ലജ്ജയില്ല. നിസ്കാരമില്ലാത്തവനാണെന്ന് പറയുന്നതിൽ ഒരു ലജ്ജയില്ല. നിസ്കാരം ഇല്ലാതെ നടക്കുന്നതിൽ. കാരണം ഇത് കണ്ടാൽ ആരോടാണോ ലജ്ജിക്കപ്പെടേണ്ടത്, ആരാണോ ലജ്ജിക്കേണ്ടത്? അവർക്ക് പരസ്പരം ഇത് അങ്ങും ഇങ്ങുമില്ല. പിന്നെ എന്താണ് ലജ്ജ? ലജ്ജയില്ലാത്ത സമൂഹം. നിസ്കാരം ഇല്ലാത്തതിന്റെ പേരിൽ ലജ്ജയില്ല. അവരാവട്ടെ ലാ യസ്തഹിയൂന മിനന്നാസി വലാ യഖാഫൂന മിനല്ലാഹി ഫിസ് സമാഇ. ആകാശത്തിൽ നിന്നും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി വരുമോ അങ്ങനൊരു ചിന്ത തന്നെ ഇല്ല. അങ്ങനെയുണ്ട്, അള്ളാന്റെ അദാബ് ഇറങ്ങും, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. അള്ളാന്റെ അദാബ് ഇറങ്ങും മുകളിൽ നിന്ന് താഴേക്ക് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ഖലാഇന്റെ ആ വരവ്, അവന്റെ തീരുമാനങ്ങളുടെ വരവ് മുകളിൽ നിന്നും മഹാന്മാരായ മലക്കുകളാൽ പ്രതീക്ഷിക്കപ്പെടണം. അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമൂഹമുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫസൗഫ യൽഖൗന ഗയ്യാ. എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു വലിയ താഴ്വാരമുണ്ട്. ഗയ്യുണ്ട്, മറ്റൊരായത്തിൽ അസാം എന്നും പറയുന്നുണ്ട്. രണ്ട് താഴ്വാരം. ആ താഴ്വാരത്തിലൂടെ ചെലവും ചീൻചെലവും വൃത്തിഹീനമായ പല ദ്രാവക രൂപത്തിലുള്ള പലതും കുത്തിയൊഴുകിപ്പോകുന്ന ഒരു വലിയ പ്രകമ്പനത്തിന്റെ വലിയ ശബ്ദത്താൽ ഒഴുകിപ്പോകുന്ന ഒരു കൊഴുപ്പ് പിടിച്ച കട്ടവെള്ളമുള്ള, എന്തതിന് പറയാ, ചെലവും ചീൻചെലവും അത്ര വലിയ ഒരു കുത്തൊഴുക്കിലൂടെ പോകുന്ന ഒരു വലിയ പ്രകമ്പനത്തിന്റെ നദി. അതിലേക്കാ വലിച്ചെറിയപ്പെടുന്നത്. എത്രയോ ഉയരത്തിൽ നിന്നും പരിശുദ്ധ ഖുർആൻ മിഅ്റാജിന്റെ സമ്മാനം ഉപേക്ഷിച്ചവനെ താക്കീത് കൊടുക്കുകയാണ്. ഈ രീതിയിൽ ഖുർആനിക ആയത്തുകൾ ശാപം എന്നുള്ളിടത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. അവൻ ചെയ്ത തെറ്റ് നിസ്കാരം ഉപേക്ഷിച്ചു എന്നതാ. ഈ ആയത്തുകൾ അവതരിക്കുന്നതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് മറിയമിന്റെ ആയത്തുകൾ മുൻകാല പ്രവാചകന്മാരുടെ വിശുദ്ധിയും അവരുടെ പ്രബോധന ദൗത്യവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا. മഹാനായ ഇസ്മായിൽ നബിയെ ഓർക്കണം, അവിടുത്തെ ജീവിതത്തെ ഓർക്കണം. മഹാനവർകൾ അല്ലാഹുവിന്റെ ഒരു വാഗ്ദാനമായിരുന്നു. വകാന റസൂലൻ നബിയ, മഹാനായ പ്രവാചകനായിരുന്നു. എന്താ പ്രത്യേകത? ഒരു പ്രവാചക ദൗത്യത്തെ കുറിച്ച് പറയുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ, കുടുംബത്തോട് സമയബന്ധിതമായി നിസ്കാര നിർവഹണത്തിന് മഹാൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റയിലൂടെ ഹബീബ് നേടിയെടുക്കേണ്ട വലിയ ഒരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? ഇസ്ലാമിന്റെ ശറഇൽ നിർബന്ധമായ പല ഫർളായ അമലുകളും ഹിജ്റയോട് ചേർന്ന് നിൽക്കുന്നു. അതായത് മദീന ജീവിതത്തിൽ വരേണ്ടതുണ്ട്. പക്ഷെ തുടങ്ങി വെക്കണം അത് പരിശുദ്ധ മിഅ്റാജിന്റെ സമ്മാനമായ നിസ്കാരത്തിലൂടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടുത്ത വർഷം അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധികൾക്ക് ആയുധം ഈ വർഷം തന്നെ കരുതണം. ഹിജ്റയുടെ നുബുവത്തിന്റെ 12-ാം വർഷം മിഅ്റാജിലൂടെ അത് നേടിയെടുക്കണം. 7 ആകാശങ്ങളിലായി 8ഓളം പ്രധാന പ്രവാചകന്മാരെ മുഴുവനും കണ്ടു. അവിടെ കണ്ട ഒരു മഹാനായ നബിയാണ് സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് നബിയെ കണ്ടു. ഇദ്രീസ് നബിയുടെ പ്രത്യേകത നിസ്കാരമായിരുന്നു, ഇബാദത്തായിരുന്നു. പ്രധാന അഭിപ്രായം ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പറയാം. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, 4 നബിമാര് മരിച്ചിട്ടില്ല. മരിക്കാത്ത 4 നബിമാരിൽ 2 പേര് ആകാശത്തിലാണ്, 2 പേര് ഭൂമിയിലാണ്. ആകാശത്തിലെ 2 പേര്, ഒന്ന് ഇദ്രീസ് നബിയാണ്, രണ്ടാമത്തെ ആള് ഈസ നബിയാണ്. ഇദ്രീസ് നബിക്ക് മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും മരിച്ചിട്ടില്ല.
നിസ്കാരത്തിന്റെ ലഹരിയാ. റൂഹ് പിടിക്കാൻ വേണ്ടി മലക്ക് വരുമ്പോഴും മറ്റൊരു മലക്കിന്റെ ചിറകിന്റെ മുകളിൽ നിസ്കാരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്നു. എന്റെ റൂഹ് പിരിയുമ്പോഴും ആ പിടച്ചലിന് വേണ്ടി പോലും എന്റെ നിസ്കാരത്തെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് അള്ളാഹുവോട് പറഞ്ഞ മഹാനായ പ്രവാചക ശ്രേഷ്ഠരെ സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം അവരെയൊക്കെ കണ്ട് നിസ്കാരത്തിന്റെ ആവേശം ഹബീബായ നബിയോട് 50 വഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ സന്തോഷം പറയാൻ തൊട്ടടുത്ത ആകാശം 7-ാം ആകാശമാ. അവിടെ വന്നുകൊണ്ടത് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് 7-ാം ആകാശത്തിന്റെ അലങ്കാരം ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം അതിലേക്ക് വല്ലാതെ സംഭാഷണത്തിന് കടന്നു വന്നില്ല. പിന്നെയാണ് തൊട്ടു താഴെയുള്ള ആകാശം 6-ാം ആകാശത്തേക്ക് മുത്തായ നബി കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ കലീമേ നബി മൂസ അലൈഹിസ്സലാം അതിൽ ഇടപെടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഹബീബിന്റെ പരിശുദ്ധ മിഅ്റാജ് വിശാലമായി കിടക്കുന്നു. ഇബ്നു കസീർ പറയാം 25ഓളം സ്വഹാബികളായി ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതായ ഇസ്റാ മിഅ്റാജ് നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. അത്രത്തോളം സംഭവ ബഹുലമായ ആ ഒരു യാഥാർത്ഥ്യം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം عن أنس بن مالك رضي الله عنه صحيح مسلم قال رسول الله صلى الله عليه وسلم أتيت بالبراق وهي دابة نبي فوق البراق دون البدو فوق الحمار دون البغل يضع حافره عند منتهى طرفه. അത്ഭുതത്തിന്റെ ഒരു പ്രതീകം ബുറാഖ്. പ്രകാശവേഗതയെ തോൽപ്പിക്കുന്ന വലിയ സ്പീഡ്. ഇമാം നവവി ശർഹ് മുസ്ലിമിൽ പറഞ്ഞു ഇസ്തിഖാഖുൽ ബുറാഖ് മിനൽ ബർഖി ലിസുർഅതിഹി. അമിത വേഗത, ബുറാഖിന്റെ അമിത വേഗത പ്രകാശത്തെ വെല്ലുന്ന വേഗത. ഇടിമിന്നൽ എന്ന ധ്വനിയിൽ നിന്നാണ്, ക്രിയാധാതുവിൽ നിന്നാണ് ബുറാഖ് എന്ന പദം പോലും നിഷ്പന്നമായിട്ടുള്ളത്. അത്രത്തോളം ഒരു പ്രകാശത്തിന്റെ വേഗതയുടെ ബന്ധം ഈ വാഹനത്തിനുണ്ട്. ഞാനതിൽ കയറി. ഇസ്രാഇന്റെ പൂർത്തീകരണം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അത്ഭുതമേ ഇസ്റാ, അത്ഭുതമേ മിഅ്റാജ്. സുബ്ഹാന എന്ന പ്രയോഗം അത്ഭുതത്തെ കുറിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിന്റെ സമാരംഭത്തിൽ സുബ്ഹാന സുബ്ഹാന സുബ്ഹാന. അത്ഭുതം ഒരു യാഥാർത്ഥ്യത്തിലേ ഉള്ളൂ, ഒരു സ്വപ്നത്തിൽ അത്ഭുതമില്ല. മിഅ്റാജും ഇസ്റാഉം അത്ഭുതമാണ്, സൃഷ്ടികളിൽ ഒരിക്കൽ മാത്രം അനുഭവിച്ചത്. എന്നാൽ ഹബീബിന്റെ മിഅ്റാജിന്റെ അനുഭൂതി ഒരാൾക്ക് കിട്ടും എപ്പോഴാണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരം അവന്റെ മിഅ്റാജ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അത് പ്രാവർത്തികമായി കാണിച്ചു തന്നു. എപ്പോഴാണെന്നറിയുമോ? ഒരു സൂര്യഗ്രഹണ നിസ്കാരത്തിന്റെ അന്ന് അവിടുത്തെ പ്രിയപുത്രൻ ഇബ്രാഹിമിന്റെ മരണം സ്വഹീഹുൽ ബുഖാരി. അവിടുന്ന് നിസ്കാരത്തിന്റെ അകത്ത് വെച്ച് എന്തോ ഒന്നിനെ അങ്ങ് കണ്ട പോലെ, കണ്ടതിനെ ഒന്ന് പുണരാൻ വേണ്ടി കൈത്തണ്ട് നിവർത്തിയ പോലെ, മുമ്പൊരിക്കലും അങ്ങയെ അതുപോലെ കണ്ടിട്ടില്ലല്ലോ നബിയെ. എന്റെ മുന്നിൽ സ്വർഗം പ്രത്യക്ഷമാക്കപ്പെട്ട സ്വഹേബ, എന്റെ കൺമുന്നിൽ സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ മുന്തിരി കുല തത്തിക്കളിക്കുന്നത് കണ്ടപ്പോ ഞാൻ അതൊന്ന് പറിക്കാൻ കൈയൊന്ന് മുന്നോട്ട് പോയെന്ന മിഅ്റാജിന്റെ സഞ്ചാരമേ, നിസ്കാരത്തിന്റെ അലങ്കാരമേ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മിഅ്റാജ് അനുഭവിച്ചത് സ്വർഗമാണ്. ورأى على عجب أباه
إذا نظر يمناه يضحك والشمال إذا بصر يبكي ويحيى والمسيح ومن حضر ورأى الخليل ويوسفا وكليما صلوا عليه وسلموا تسليما صلى الله عليه وسلم صلى الله. പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ അനുഗ്രഹീതമായ സംഭാഷണങ്ങളും ജമാഅത്തുമെല്ലാം കഴിഞ്ഞു. ജിബ്രീൽ കൊണ്ടുവന്ന പാനം കുടിച്ചു. അവിടുന്ന് പാല് തെരഞ്ഞെടുത്തു. മദ്യം മാറ്റിവെക്കാൻ പറഞ്ഞു. ഒരു വലിയ ചോയ്സ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ വെള്ളവും മദ്യവും മാറ്റിക്കോ, പാല് പരിശുദ്ധം, അത് തെരഞ്ഞെടുത്തു. അങ്ങ് ഫിത്രത്ത് തെരഞ്ഞെടുത്ത നബിയെ, ഒരു മനുഷ്യന്റെ വിവേകത്തിന്റെ പരിപൂർണതയുള്ള അങ്ങ് ആരുടെയും പ്രേരണയില്ലാതെ ഒരാളും അങ്ങയെ നിർബന്ധിക്കാതെ പാല് തെരഞ്ഞെടുത്തത് പരിശുദ്ധിയാണ് നബിയെ. ഞങ്ങളുടെ യാത്ര തുടങ്ങി, മിഅ്റാജിന്റെ യാത്ര. ബുറാക്ക് കാലെടുത്ത് വെക്കുന്നത് കണ്ണെത്തുന്നോടത്തേക്ക്, ബുറാക്കിന്റെ കണ്ണിയത്ര അകലങ്ങളിലേക്ക് 3x10⁵ എന്ന വേഗതയെ അതിനെ മറികടന്നുകൊണ്ട് പ്രകാശത്തെക്കാളും വേഗതയിൽ ഹബീബിന്റെ വാഹനത്തിന്റെ യാത്ര. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മാറ്റിവെക്കട്ടെ, ശാസ്ത്രത്തിന്റെ ആധുനികമായ കണ്ടെത്തലുകൾ മാറ്റിവെക്കട്ടെ, പ്രകാശത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള പ്രകാശധാരയുടെ യാത്ര. പ്രകാശമേ മുഹമ്മദ് മുസ്തഫ, പ്രകാശത്തിന്റെ ഉറവിടമേ സയ്യിദുനാ ജിബ്രീൽ, പ്രകാശത്തിന്റെ വഴികളെ പ്രകാശത്തിന്റെ വാഹനമേ, എവിടേക്ക് ചെല്ലുന്നു? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരി കമിസ്കാതിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة. പ്രകാശമായ അല്ലാഹുവിലേക്ക് പ്രകാശമായ മുത്തുനബി, പ്രകാശ സൃഷ്ടിയായ ജിബ്രീൽ, പ്രകാശത്തിന്റെ വാഹനമായ ബുറാഖ് പോകുന്നതോ പ്രകാശത്തിന്റെ വഴിയിലൂടെ. എത്തണ്ടേ? ശാസ്ത്രം മാറി നിൽക്കുകയാ. എന്തിനു വേണ്ടി? ഈ പ്രകാശ വേഗതയ്ക്ക് വേണ്ടി. അവിടെ ചെല്ലുന്നു. ഏകദേശം 5 മണിക്കൂറിന്റെ യാത്രയിൽ സർവ്വതും സംഭവിച്ചു. ഭാവിയുണ്ട്, ഭൂതവുമുണ്ട്. മിഅ്റാജിന്റെ അത്ഭുതം. 1-ാം ആകാശത്തേക്ക് ബുറാഖ് എത്തി. 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം എത്തിയോ? ഖിയാമത്തിന്റെ അടയാളം ആകാശത്തിന്റെ കവാടം ഇതിനു മുമ്പ് അങ്ങനെ ഒരു യാത്രക്കല്ലാതെ തുറന്നിട്ടില്ല. ആ ഒരു യാത്രയിൽ ആ കവാടം തുറന്നു. ആകാംക്ഷയോടുകൂടെ 1-ാം ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് പാദമൂന്നി. അവിടെ കണ്ട ആദ്യത്തെ അത്ഭുതം, ഒരു മനുഷ്യൻ, പിതൃത്വം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വലിയ പക്വതയുള്ള മുഖഭാവം. വലത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്നു, ഇടത്തേക്ക് നോക്കുമ്പോൾ കരയുന്നു. ആ അത്ഭുത പ്രതിഭാസത്തെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. മൻ ഹാദാ യാ ജിബ്രീൽ? ഹാദാ അബൂക അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആരാണ് ജിബ്രീൽ? ഈ മഹാൻ. അത് അങ്ങയുടെ പിതാവാദൻ നബിയ. വലത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്ന സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ മക്കളെ കാണുമ്പോഴാ. അല്ലാഹുവിൽ പെടുത്തട്ടെ. ഇടത്തേക്ക് നോക്കിയപ്പോൾ കരഞ്ഞത് നരകത്തിന്റെ അന്തേവാസികളിൽ മനുഷ്യരുണ്ടല്ലോ. അവിടെ ഒരുപാട് അത്ഭുതത്തിന്റെ കാഴ്ചകൾ കണ്ടു. 6-7 കാഴ്ചകൾ ഇങ്ങനെ ഇബ്നു കസീർ പറയുന്നുണ്ട്. ഒരെണ്ണം പറയാം. ഒരു നല്ല സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ വിശാലമായ സുപ്രയിൽ നിരത്തി വച്ചിരിക്കുന്ന ചൂട് വമിക്കുന്ന നല്ല മനോഹരമായ ആഹാരത്തിന്റെ ഒരു തളിക. അതിന്റെ സമീപത്ത് വിശപ്പുള്ള കുറെ ആളുകൾ. തൊട്ടടുത്ത് തന്നെ മോശമായ ഒരു ചുറ്റുപാടിൽ മോശമായ ചീഞ്ഞളിഞ്ഞ ഭക്ഷണം നിറച്ചു വച്ചിരിക്കുന്ന വൃത്തികെട്ട ഒരു തളിക. ആർത്തിയോടുകൂടെ നല്ലതിലേക്ക് നോക്കാൻ പോലും കഴിയാതെ ചീഞ്ഞളിഞ്ഞത് ആർത്തിയോടുകൂടെ വലിച്ചു വാരി തിന്നുന്ന വിഭാഗത്തെ കണ്ടു. ചോദിച്ചു, ആരാണിവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു,
നബിയേ ഹൗലാഇ മിൻ ഉമ്മതിക് യഅ്തൂനൽ ഹറാം വയത്റുകൂനൽ ഹലാൽ. ഹറാമിലൂടെ ജീവിത പങ്കാളിയെ വഞ്ചിച്ചു പോകുന്നവർ, പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുന്നവൻ, ഭർത്താവിനെ വഞ്ചിക്കുന്നവൾ, ഹറാമിന്റെ ചാറ്റിങ്ങിലേക്ക് ചെന്ന് ചേരുന്നവർ, അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം വഞ്ചിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ വരുന്നോടത്ത് ഇതായിരിക്കും അവരുടെ ശിക്ഷയുടെ പ്രതീകാത്മകമായ കാഴ്ച കണ്ടു. ഒന്നാം ആകാശത്തിൽ മഹാനായ ആദം അലൈഹിസ്സലാമിനെ കണ്ടു. ഒരു ചെറിയ ബന്ധം അവിടെ പറയാതെ വയ്യ. ഒന്നാം ആകാശത്തിൽ ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധമാണ്, ആശ്ലേഷണമാണ് കണ്ടത്. രണ്ടാം ആകാശത്തേക്ക് ചെന്നപ്പോൾ അവിടെ സുന്ദരനായ ഒരു മനുഷ്യനെ കണ്ടു. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ഒരു വലിയ ബന്ധമുണ്ടവിടെ, സൗന്ദര്യത്തിൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ബന്ധം. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫവജ്ഹുൽ ഹുസ്നി ഫീഹി ഗൈറ മുൻഖസിമി. ഇമാം ബുസൂരി മനോഹരമായി പാടി. ആർക്കും പങ്കുവെക്കാൻ അവകാശപ്പെടാൻ കഴിയാത്ത സൗന്ദര്യധാമമേ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പക്ഷേ അതിന്റെ അർദ്ധ സൗന്ദര്യം ആവാഹിച്ചെടുത്ത ജീവിതം അപകടം വരുത്തി വെച്ചു. ആപ്പിള് മുറിച്ചപ്പോൾ കൈമുറിഞ്ഞു പോയി. എന്നാലും ഒരു സൗന്ദര്യം ചർച്ച ചെയ്ത ലോകത്തിന്റെ രണ്ട് ചരിത്രമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വസയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അധികാരം കിട്ടി സർവ്വതും കൈപ്പിടിയിൽ വന്നപ്പോൾ മുമ്പ് പലരും ഉപദ്രവിച്ചിരുന്നവർക്ക് അവരോട് ദാക്ഷിണ്യം തോന്നി നിരുപാധികം അവരെ വിട്ടയച്ച ഒരു ജനതയെ പരിപൂർണമായും ബന്ദികളാക്കാതെ ഒഴിവാക്കി വിട്ട ഒരു അധികാരിയുടെ സ്വഭാവം മഹാനായ യൂസുഫ് നബി പറഞ്ഞ പോലെ അഖൂലു കമാ ഖാല യൂസുഫ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത അധികാരിയായിരുന്നു യൂസുഫ് നബി. അതുപോലെ ഞാനും പറയട്ടെ, ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരെ മുമ്പ് ഞാൻ അനുഭവിച്ച പീഡന താടനങ്ങളെ മറക്കാണ് ഇന്ന് വിട്ടുവീഴ്ചയുടെ ദിവസമെന്ന് മക്കം ഫതഹിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സന്ദർഭത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ നബിയേ മുഹമ്മദ് മുസ്തഫ. രണ്ടാം ആകാശത്തിന്റെ ബന്ധം അതാണ്. മൂന്നാം ആകാശത്തേക്ക് കടന്നു വരുമ്പോ മഹാനായ യഹ്യാ നബിയെ കാണുന്നു, മഹാനായ ഈസ നബിയെ കാണുന്നു. ഭൂമിയിൽ ഇരുവരും അതുപോലെ തോളോട് തോള് ചേർന്ന് ജീവിച്ചവരാ. അള്ളാഹു ആകാശത്തിലും ഇരുവരെയും ഒരുമിച്ച് വെച്ചിരിക്കുന്നു. രണ്ടുപേരും ജൂത സമൂഹത്തിന്റെ ഇടയിലായിരുന്നു. അടുത്ത വർഷം മദീനയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ജൂതന്മാരെ കുറിച്ചൊന്നറിയാനുള്ള മുഖവുരകൾ ഈ രണ്ട് മഹാന്മാരുടെ നാവിൽ നിന്ന് കേൾക്കേണ്ടതുണ്ട്. അവിടെ ഒരു പ്രബോധിത സമൂഹത്തിന്റെ പൊതുവായ സ്വഭാവത്തെ പരസ്പരം പങ്കുവെക്കുന്ന ബന്ധമാണ്. നാലാം ആകാശത്തേക്ക് കടന്നപ്പോ ഒരു നിസ്കാരത്തിന്റെ ബന്ധം കിട്ടി. നിസ്കരിച്ച് മരണം പോലും മാറ്റിവെക്കാൻ റബ്ബിനോട് ആവശ്യപ്പെട്ട പ്രവാചകരെ മഹാനായ നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ടൊരു നിസ്കാരത്തിന്റെ ബന്ധവും കാണലും കൂടലും പിരിയലും പോകാൻ അഞ്ചാം ആകാശത്തേക്ക് ചെന്നപ്പോൾ ശരീരത്തിന്റെ പകുതി ഭാഗത്തെ അർദ്ധഭാഗത്തെ രോമങ്ങൾ മുഴുവൻ തലനടുവിൽ കറക്റ്റ് പകുതിയായി വെളുത്തതും പകുതി കറുത്തതും എന്തോ ഒരു പ്രത്യേകത കണ്ട മനുഷ്യൻ, ഒരു വല്ലാത്ത പക്വത. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? അത്ഭുതമായ സൃഷ്ടിപ്പാണല്ലോ. നബിയേ, പ്രിയ സഹോദരൻ ഹാറൂൻ നബിയാണ് ആ മഹാൻ. ഖുറൈശി തറവാട്ടിലെ പ്രമുഖരുടെ മുന്നിൽ ചെന്നുകൊണ്ട് ദീന് പറയാൻ അവരുടെ ഏറ്റവും വലിയ മേൽക്കോയ്മകളും അവരുടെ വർത്തക പ്രമാണികൾ എന്ന പദവികളും ഒക്കെ മാറ്റിവെച്ച് രഹസ്യമായും പരസ്യമായും അവരുടെ വലിപ്പത്തിന്റെ മുന്നിൽ കൂസലില്ലാതെ ചെന്ന് ദീൻ പറഞ്ഞ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലും അങ്ങ് ചർച്ചയല്ലേ? അങ്ങ് എവിടെയാ ചർച്ചയാവാതിരുന്നത്? അങ്ങനെയെങ്കിൽ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കാൻ പോയ ഹാറൂൻ നബിയെ അഞ്ചാം ആകാശത്തിൽ കണ്ട കാഴ്ചയും ഒരു വലിയ പ്രബോധകന്റെ ബന്ധമാണ്.
ആറാനാകാശത്തേക്ക് ചെന്നപ്പോൾ ഉയരമുള്ള മനുഷ്യനെ കണ്ടു. രോമം കൂടുതലുള്ള ശരീരമാ, 2 ഉടുപ്പിട്ടിരിക്കുന്നു, 2 കോട്ട് ധരിച്ചിരിക്കുന്നു, സ്പ്രിങ് പോലെയുള്ള രോമം. ആ മനുഷ്യനും ഇതുപോലെ ഒരു വലിയ ആധിപത്യത്തിനെതിരെ ആഞ്ഞടിച്ച മഹാൻ, ഫറോവയെ മുട്ടുവിറപ്പിച്ച മഹാൻ സയ്യിദുനാ മൂസ ആലിംഗനം ചെയ്തു. എവിടെയോ ഒരു വലിയ ആത്മബന്ധങ്ങളുടെ വാക്കുകൾ പരസ്പരം അങ്ങുമിങ്ങും പറഞ്ഞു. ഏഴാനാകാശത്തിൽ ബൈത്തുൽ മഅമൂറിൽ ചാരിയിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ കണ്ടാൽ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. തൊട്ടടിക്കൽ ആ മഹാന് മുന്നിൽ പനിനീർ കുസുമത്തിന്റെ ദളങ്ങൾ പോലെ അതിങ്ങനെ വിടർന്നു കിടക്കുന്ന പോലെ, അടർന്നു വീണ പോലെ കൊച്ചുമക്കൾ തത്തിക്കളിക്കുന്നു. പേരക്കുട്ടികൾ താലോലിക്കാൻ സ്നേഹം വിതുറുന്ന വല്ലുപ്പ. ഞാൻ അടുത്തേക്ക് ചെന്നു, ആലിംഗനം ചെയ്തു. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, പ്രവാചകത്വ ബന്ധത്തിനപ്പുറം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പിതാവെന്ന ബന്ധം പങ്കുവെക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സംഭാഷണങ്ങൾ ഇരുവരും തമ്മിൽ നടന്നു. അവസാനം പറഞ്ഞു, ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമൂഹത്തോട് പറയണേ, സ്വർഗം വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന മണ്ണ, കൃഷിഭൂമിയിലാ വേണ്ടത്. ഭൂമിയിലെ കൃഷി എന്ന് പറയുന്നത് 4 വിത്തുകൾ നട്ടുപിടിപ്പിക്കലാണ്. ആ 4 വിത്തുകൾ ഭൂമിയിൽ അങ്ങ് കൊടുത്തിട്ട് പോരെ മോനെ. ആ 4 വിത്തുകൾ നമ്മുടെ നാവിലാണ് വേണ്ടത്. പറഞ്ഞോളൂ, ഒന്നാമത്തെ വിത്ത് സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ്, മൂന്നാമത്തേത് അല്ലാഹു അക്ബർ, നാലാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം മിഅ്റാജിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഈ 4 ദിക്ർ. റജബ് 27-നെ ഓർക്കുന്നവർ, അതിലേക്ക് ആഗ്രഹിക്കുന്നവർ ഈ 4 ദിക്റുകൾ അഫ്ദലുൽ കലാമി ബഅദൽ ഖുർആനി ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ ഏറ്റവും ഉത്കൃഷ്ടമായ 4 വചനം ഇതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ 4ഉം ഖുർആൻ തന്നെ. സയ്യിദുനാ റസൂലുള്ളാഹി നെഞ്ചേറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിഅ്റാജിന്റെ അനുഭവത്തെ കേൾക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു പ്രചോദനം, മിഅ്റാജിന്റെ സമ്മാനത്തെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ, പുനഃസ്ഥാപിക്കാൻ, നിസ്കാരത്തിൽ നിരതരാവാൻ, ആത്മാർത്ഥതയുടെ അങ്ങേയറ്റത്തിലേക്ക് അമൽ നമുക്ക് ആസ്വദിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കിഡ്നി സംബന്ധമായ ചികിത്സയിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ചികിത്സ വിജയിപ്പിക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങൾ. പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന മക്കള് അല്ലാഹുവേ റബ്ബേ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പുണ്യമാക്കപ്പെട്ട ഹജ്ജ്, ഉംറ, സിയാറ ഈ വർഷം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, ശ്രമിക്കുന്നവർ അല്ലാഹുവേ എല്ലാവർക്കും നീ എളുപ്പമാക്ക് അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. മരണത്തിന്റെ മുന്നേ പലവട്ടം പുണ്യമാക്കപ്പെട്ട ഹറമുകളിലെത്താൻ ഞങ്ങൾക്ക് നീ ആയുരാരോഗ്യ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, എക്സാം അഭിമുഖീകരിക്കുന്ന പല മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ എളുപ്പത്തിലാക്കണേ അല്ലാ, എളുപ്പത്തിലാക്ക് അല്ലാ. വിദേശത്തും നാട്ടിലും ജോലി തേടുന്ന സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ശാരീരിക മാനസിക പ്രയാസമുള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞു. പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ.
അള്ളാഹുവെ വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ശിഫാ നൽകണേ അല്ലാ. അള്ളാഹുവെ റബ്ബെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. റജബും ശഅബാനും റമദാനും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഖബൂലാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.